ഇതാണ് KSRTCയുടെ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്. ഇത്തരത്തിലുള്ള 2 ബസ്സുകളാണ് KSRTCക്ക് ലഭിച്ചിട്ടുള്ളത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര ഫണ്ടിൽ നിന്ന് വാങ്ങിയ ബസ്സാണ്. 2.01 കോടി രൂപയാണ് ഈ ഒരു ബസ്സിൻ്റെ വില. 9.78 മീറ്ററാണ് ഈ ബസ്സിൻ്റെ നീളം. 4.75 മീറ്റർ ഉയരവും 2.6 മീറ്റർ വീതിയും ഈ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിനുണ്ട്. ടൂറിസം ആവശ്യങ്ങൾക്ക് ഈ ഡബിൾ ഡെക്കർ ബസ് ഉപയോഗിക്കാനാണ് ഗതാഗത വകുപ്പ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ ബസ്സിൽ ആകെയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി 65 ആണ്. താഴെ നമ്മൾ നിൽക്കുന്ന ഇവിടെ 29 സീറ്റുണ്ട്. ഇനി മുകളിലത്തെ നില കാണാം. മുകളിലത്തെ നിലയിൽ 36 സീറ്റുകളാണുള്ളത്. ഇങ്ങനെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ വിശാലമായി കണ്ടു തന്നെ യാത്ര ചെയ്യാൻ സാധിക്കും, വിനോദയാത്ര ആസ്വദിക്കാൻ സാധിക്കും. കാരണം മുകൾ ഭാഗം മൂടിയില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാനുള്ളൊരു അവസരം തന്നെയാണ്. ഈ ബസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത, താഴത്തെ ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് 2 വഴി അകത്തേക്ക് കയറാൻ സാധിക്കും. 2 വഴി സ്റ്റെയറുണ്ട്. ഒന്ന് ഇത് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തുള്ള സ്റ്റെയറാണ്. മറ്റൊന്ന് ഈ പിൻഭാഗത്തായി ഇതുവഴിയും താഴേക്ക് ഇറങ്ങാം. നമ്മൾ കണ്ടു പരിചയിച്ചിട്ടുള്ള KSRTC ബസ്സിൽ നിന്ന് വ്യത്യസ്തമാണ്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി സീറ്റ് ബെൽറ്റ് ഉണ്ട്. സുഖകരമായ യാത്രയ്ക്ക് എയർ സസ്പെൻഷനാണ് ഈ ബസ്സിലുള്ളത്. ഒറ്റ തവണ ചാർജ് ചെയ്താൽ 120 മുതൽ 150 കിലോമീറ്റർ വരെ ഓടും. ഫാസ്റ്റ് ചാർജിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും KSRTCക്ക് ഒരു വിനോദയാത്രയ്ക്കെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന വളരെ നല്ലൊരു ബസ് തന്നെയായിരിക്കും ഇത്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. മുകളിലത്തെ ഡെക്കിലും താഴത്തെ ഡെക്കിലുമായി 5 ക്യാമറകളാണ്, CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ടത് മൊബൈലിന് ചാർജ് വേണം. അപ്പോൾ ഇത്തരത്തിലൊരു യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോയിന്റ് നിർബന്ധമായി വേണം. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പോർട്ടുണ്ട്. 2 യാത്രക്കാർക്കും ചാർജ് ചെയ്യാനുള്ള 2 പോർട്ട് ഈ സീറ്റിൻ്റെ താഴെയായി ഒരുക്കിയിട്ടുണ്ട്. ഈ ബസ്സിലെ സീറ്റുകളുടെ മുകൾ ഭാഗത്തായി ഒരു ബട്ടൺ കാണുന്നുണ്ട്. ഇതാണ് എമർജൻസി പ്രസ് ബട്ടൺ. അതായത് ഒരു യാത്രക്കാരന് ഈ വാഹനം നിർത്തണമെന്ന് ഒരു അത്യാവശ്യമായൊരു തോന്നലുണ്ടായാൽ അത് ഡ്രൈവറെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണിത്, എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ. ഇത് നമ്മൾ ട്രെയിനിലൊക്കെ ഈ ചെയിൻ പുള്ള് ചെയ്യുന്നത് പോലുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ സമാനമായൊരു ആവശ്യം തന്നെയാണ് ഈ ബസ്സിൽ ഇത്തരമൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഇത് മ്യൂസിക് സിസ്റ്റമാണ്. ഒന്ന് ആസ്വാദനത്തിനുള്ളത്, മറ്റൊന്ന് ഈ ഡ്രൈവർക്ക് ഈ യാത്രക്കാരുമായി എന്തെങ്കിലും അത്യാവശ്യമായ കാര്യങ്ങൾ ആശയവിനിമയം നടത്തണമെങ്കിൽ അതിനുവേണ്ടിയുള്ളതാണ് ഈ മ്യൂസിക് സിസ്റ്റം. ഇതോടൊപ്പം തന്നെ വിനോദ ആസ്വാദനത്തിനായി TVയും മോണിറ്ററും സജ്ജീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഒട്ടും വൈകാതെ തന്നെ ഈ ഡബിൾ ഡെക്കർ ബസ്സുകൾ തിരുവനന്തപുരത്തിൻ്റെ നിരത്തുകളിൽ ഓടിത്തുടങ്ങും. 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും വിനോദസഞ്ചാരികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക. അതായത് നമ്മൾ ദിവസമുള്ള യാത്രാ ആവശ്യങ്ങൾക്കായിരിക്കില്ല. നിലവിലിപ്പോൾ വിനോദസഞ്ചാരികൾക്ക് യാത്ര ചെയ്ത് തിരുവനന്തപുരം നഗരം കാണുന്നതിന് വേണ്ടി ഒരു ഡബിൾ ഡെക്കർ ഓപ്പൺ ഡെക്കുള്ള ഡബിൾ ഡെക്കർ ബസ്സുണ്ട്. അത് പക്ഷേ ഡീസൽ ബസ്സാണ്. ആ ബസ് തലശ്ശേരിയിലെ ടൂറിസം ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിക്കാനാണ് ഇപ്പോൾ ഗതാഗത വകുപ്പ് ആലോചിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഇലക്ട്രിക് ബസ്സിലെ യാത്ര, ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്ര, അത് നഗരവാസികൾക്കും നഗരത്തിലെത്തുന്ന വിനോദയാത്രക്കാർക്കും ഒരു പുതിയ അനുഭവം തന്നെ ആകട്ടെ. ക്യാമറമാൻ അരുൺ മുരളീധരനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.